കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം യു.ഡി.എഫിനെ ജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടെ തോറ്റോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്ന ബജറ്റാണിത്. ജനസംഖ്യാപരമായ മാറ്റങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. പാഠ്യപദ്ധതി പുനഃക്രമീകരിച്ച് പുതിയ കോഴ്സുകൾ തുടങ്ങുന്നു. വയോജനങ്ങളെ സംരക്ഷിക്കണം. നന്നായി പഠിച്ചിട്ടാണ് വയോജനങ്ങൾക്കായി വകുപ്പുണ്ടാക്കിയിരിക്കുന്നത്. സാമ്പത്തികമായ വലിയ മാറ്റങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാതെ തന്നെ ഖജനാവ് നിറയ്ക്കുമെന്നും കൂട്ടിച്ചേർത്തു. കരിമണൽ സ്വകാര്യവൽക്കരണമെന്ന പ്രചാരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ബജറ്റിൽ എവിടെയാണ് അങ്ങനെ ഒരു പരാമർശമുള്ളതെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. ബജറ്റ് നിർദ്ദേശം വായിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് വിമർശിച്ച വി.ഡി. സതീശൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വാക്കു മാറില്ലെന്നും യു-ടേൺ ഇല്ലെന്നും കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമാണ് ലക്ഷ്യം. വാല്യൂ അഡിക്ഷൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. കഥയുണ്ടാക്കാം. ഇല്ലാ കഥകൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആലപ്പുഴയിലെ കരിമണൽ ആരാണ് കൊണ്ടുപോകുന്നതെന്നും ചോദിച്ചു. സ്വകാര്യവൽക്കരണ ആരോപണവും മുഖ്യമന്ത്രി തള്ളി. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്ന ഒരു വാചകം ബജറ്റിൽ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയെ ലാഭത്തിലാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡൽ സപ്ലൈകോയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തവും ലാഭകരവുമാക്കുമെന്നും കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. KCB ലാഭത്തിലായിരുന്നു. ഇപ്പോൾ ഏതവസ്ഥയിലാണ്? KCBയെ LDF കടത്തിലാക്കി. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയതടക്കം കോടികളാണ് പ്രതിദിന നഷ്ടം. വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വയ്ക്കുന്നതല്ല സർക്കാർ നയമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.